ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കാതെ തന്നെ 5 മിനിറ്റ് കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു നെയ്യപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു നെയ്യപ്പമാണെങ്കിൽ നല്ല സോഫ്റ്റാണ്, അതേപോലെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. ഇതിനായിട്ട് ഞാനിപ്പോൾ 3 ഗ്ലാസ് പച്ചരിയാണ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെക്കാം. ഞാനിപ്പോൾ 2 മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെച്ച് കൊടുത്തത്. അതിനുശേഷം ഞാനിതൊന്ന് തുറന്നിട്ട് വെള്ളം ഊറ്റാനായിട്ട് ഒരു ഊറ്റപ്പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു 300 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അടപ്പിൽ വെച്ച് ഉരുക്കിയെടുക്കാം. ഇനി ഊറ്റി വെച്ചിരിക്കുന്ന അരി മിക്സർ ജാറിലേക്കും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 4 ഏലക്കയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ 2 ഗ്ലാസ് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുത്ത് വരാം. ഇപ്പോൾ അതേ നമ്മളുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു മാവ് അരച്ചെടുക്കുമ്പോൾ നേരിയൊരു തരിയോട് കൂടിയിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാ നമ്മളുടെ മാവ് ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി വറുത്ത് കോരിയെടുക്കാം. അതിനായിട്ടൊരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു മാവിലേക്ക് ഈ ഒരു നെയ്യപ്പം സോഫ്റ്റായി കിട്ടാൻ വേണ്ടി 2 സ്പൂൺ മൈദ മാവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ കട്ടകളൊക്കെ ഉടയുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അഥവാ നിങ്ങൾ തയ്യാറാക്കുന്ന മാവ് തിക്നെസ് ഉണ്ടെങ്കിൽ കുറച്ച് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങാക്കോത്തും അതേപോലെ തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കരിഞ്ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. എള്ളുണ്ടെങ്കിൽ എള്ളായാലും ഇട്ട് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഇതാ നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നെയ്യപ്പം ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. എണ്ണ ചൂടാകാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നെയ്യപ്പം ഇതേപോലെ ഒന്ന് വീർത്ത് വന്നതിന് ശേഷം മാത്രം ഇതിലേക്ക് കുറേശ്ശെയായിട്ട് എണ്ണ ഇതേപോലെ കയ്യിലുപയോഗിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഒരു വശം മുരിഞ്ഞ് കിട്ടിയപ്പോഴേക്കും ഞാനിതിപ്പോൾ ഒന്ന് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യപ്പം തയ്യാറാക്കുമ്പോൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നെയ്യപ്പം നല്ല പെർഫെക്റ്റോടുകൂടി തയ്യാറാക്കാൻ പറ്റും. നേരെ തരിയോടുകൂടി മാവ് അരച്ചെടുക്കാൻ നോക്കുക. അതേപോലെ തന്നെ ആ ഒരു നടുക്കുഴിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് പൊന്തി വരാനായിട്ട് ഒന്ന് അനുവദിച്ചും കൂടി കൊടുക്കുക. അപ്പോൾ ഇതാ രണ്ടാമത്തെ നെയ്യപ്പവും ഞാൻ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടോ, ഇത്ര പെട്ടെന്നാണ് നമ്മളിപ്പോൾ നെയ്യപ്പം തയ്യാറാക്കി എടുക്കുന്നത്. ബാക്കി വന്ന മാവ് കൊണ്ടിട്ട് നെയ്യപ്പം ഞാൻ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണ് കൂട്ടുകാരെ, ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ദാ നമ്മളുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈസ്റ്റോ സോഡാപ്പൊടി ഒന്നുമില്ലാതെ തന്നെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം ഇവിടെ ഞാൻ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാവുന്നതാണ്. ബൈ.